ഇന്ത്യൻ ഗ്രാമീണ ജീവിതത്തിന്റെ തനത് കാഴ്ചകൾക്ക് വരയും വർണ്ണങ്ങളും പകർന്ന് ലോകത്തിനു മുമ്പാകെ അവതരിപ്പിച്ച വിഖ്യാത ചിത്രകാരനായിരുന്നു ആർട്ടിസ്റ്റ് എ. രാമചന്ദ്രൻ. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ അച്യുതൻ നായരുടെയും ഭാർഗവി അമ്മയുടെയും മകനായി 1935 ജനിച്ചു. 1980 ബോംബെയിൽ നടന്ന ഒരു എക്സിബിഷനിലൂടെയാണ് മലയാളികൾ അറിഞ്ഞു തുടങ്ങുന്നത്. കുട്ടികൾക്കുള്ള പുസ്തകങ്ങളും കവറുകളും ചിത്രകഥകളും വരച്ചിട്ടുണ്ട്. 1957 കേരള സർവകലാശാലയിൽ നിന്ന് മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം. തുടർന്ന് വിശ്വഭാരതി സർവകലാശാലയിൽ ചേർന്നു. ശാന്തിനികേതനിലെ പഠനം ഇന്ത്യയുടെയും മറ്റ് കിഴക്കൻ നാഗരികതകളുടെയും കലാപാരമ്പര്യങ്ങളിലേക്ക് എ. രാമചന്ദ്രനെ അടുപ്പിച്ചു. പ്രശസ്ത ശില്പിയായ രാം കിങ്കറിൻ്റെ ശിഷ്യനായി. 1960കളിൽ ഇന്ത്യൻ ചിത്രകലയിൽ പ്രകടമായ പാശ്ചാത്യ രീതി പിന്തുടരാതെ രാമചന്ദ്രൻ കേരളീയ ചുവർച്ചിത്രകലയെക്കുറിച്ചുള്ള പഠനത്തിൽ മുഴുകി. തുടർന്ന് രചനകൾക്ക് സ്വന്തമായി ഇന്ത്യൻ ശൈലി വളർത്തിയെടുത്തു. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ചുമർചിത്രങ്ങളിൽ ഗവേഷണം ആരംഭിക്കുകയും ചെയ്തു. 1965 ഡൽഹി ജാമിയ സർവകലാശാലയിൽ കലാവിദ്യാഭ്യാസത്തിൽ അധ്യാപകനായി. 28 വർഷം പ്രൊഫസറായി ജോലി തുടർന്നു. മുഴുവൻ സമയവും സർഗാത്മകതയ്ക്കായി നീക്കിവെക്കാൻ 1992 അധ്യാപക വൃത്തിയിൽ നിന്ന് സ്വമേധയാ വിരമിച്ചു. 1966 ഡൽഹിയിലെ കുമാർ ഗാലറിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ സോളോ എക്സിബിഷൻ. പിന്നീട് ഇന്ത്യയിലും വിദേശത്തുമായി പെയിൻറ്റിങ്ങുകൾ, ശില്പങ്ങൾ, ജലവർണ്ണങ്ങൾ, ഗ്രാഫിക്സ്, ഡ്രോയിങ്ങുകൾ എന്നിവയുൾപ്പെടെ 30ലേറെ വലിയ സോളോ എക്സിബിഷനുകൾ നടത്തി. തലയില്ലാതെ മനുഷ്യരുടെ അവയവങ്ങൾ മാത്രമായിരുന്നു ഒരു കാലത്ത് രാമചന്ദ്രൻ ചിത്രീകരിച്ചിരുന്നത്. യയാതി, ഉർവശി, ന്യൂക്ലിയർ, രാഖിണി തുടങ്ങി നിരവധി മ്യൂറൽ പെയിൻറ്റിങ്ങുകളും ന്യൂഡൽഹിയിലെ മൗര്യ ഷെരാട്ടൺ, അശോക ഹോട്ടൽ, ഗാന്ധി സ്മൃതി എന്നിവിടങ്ങളിലെ ചുമർ ചിത്രങ്ങളും തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിലെ രാജീവ് ഗാന്ധി സ്മാരകത്തിനായി അതിബൃഹത്തായ ഒരു കരിങ്കൽ ശില്പഖ്യാനം ചെയ്തത് 2003 പൂർത്തിയാക്കി. സമകാലീന ഭാരതീയ ചിത്രകലയുമായി ബന്ധപ്പെട്ട് ഭാരതത്തിലും വിദേശത്തും സംഘടിപ്പിച്ച ഒരുപാട് പ്രദർശനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. സംഗീതജ്ഞൻ, ശില്പി, ബാലസാഹിത്യകാരൻ തുടങ്ങിയ അനവധി മേഖലകളിൽ നിപുണനാണ്. സംഗീതമായിരുന്നു ആദ്യകാലങ്ങളിൽ ജീവിതോപാധി. വരയ്ക്കാൻ വേണ്ടി പാടും എന്നാണ് അദ്ദേഹം പറയുന്നത് തന്നെ. ബാലസാഹിത്യത്തെക്കുറിച്ചുള്ള അനവധി അന്താരാഷ്ട്ര ചർച്ചകളിലും പങ്കെടുത്തിട്ടുണ്ട്. സാക്ഷരതാ പ്രവർത്തനങ്ങൾക്കായുള്ള പുസ്തകങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന യുനെസ്കോ സംഘത്തിൽ അംഗമായിരുന്നു. ചിത്രകലയ്ക്കുള്ള ദേശീയ അവാർഡും ജപ്പാനിൽ നിന്നുള്ള നോമോ അവാർഡും 2 തവണ വീതം ലഭിച്ചിട്ടുള്ള എ. രാമചന്ദ്രന് 1991 സാഹിത്യകലാ പരിഷത്തിൽ നിന്ന് പരിഷത്ത് സമ്മാൻ ലഭിച്ചു. 2000 വിശ്വഭാരതി സർവകലാശാല ഗഗൻ അംബാനി അവാർഡ് നൽകി ആദരിച്ചു. 2002 ലളിതകലാ അക്കാദമി ഫെലോയായും തിരഞ്ഞെടുത്തു. 2003 കേരള സർക്കാർ രാജാ രവിവർമ്മ പുരസ്കാരം സമ്മാനിച്ചു. 2005 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. അതേ വർഷം തന്നെ ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാല അദ്ദേഹത്തെ എമിരിറ്റസ് പ്രൊഫസറാക്കി. തപാൽ ടെലിഗ്രാഫ് വകുപ്പിനായി നിരവധി സ്റ്റാമ്പുകൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. 2024 ഫെബ്രുവരി 10 അന്തരിച്ചു. ശാന്തിനികേതനിലെ ചൈനീസ് പഠന കേന്ദ്ര സ്ഥാപകൻ ടാൻ യുവാൻ ഷാൻ്റെ മകൾ ടാൻ യുവാൻ ചമേലിയാണ് ഭാര്യ. രാമചന്ദ്രനെക്കുറിച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കെ. ബ്രിഘം സിംഗ് അദ്ദേഹത്തെക്കുറിച്ച് ഡോക്യുമെൻ്ററിയും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ കേരളത്തിലെ ചുവർ ചിത്രങ്ങളെക്കുറിച്ച് രാമചന്ദ്രൻ ഒരു പുസ്തകവും ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്.